ഞാൻ ശരിക്കും ഉണ്ടല്ലോ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് ഇന്നല്ലെങ്കിൽ നാളെ അത് കൊണ്ടുവരും. നമ്മുടെ ഈ ചർച്ചകളുടെ രീതി മാറണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഫസ്റ്റിൽ തമിഴ് ആരംഭിക്കും, അത് കഴിഞ്ഞാൽ തെലുങ്ക് കൊണ്ടുവരും. 24 തമിഴ്, 24 തെലുഗു, 24 കന്നഡ. അതുപോലെ നമ്മൾ യൂട്യൂബിൽ ഒരു കിഡ്സ് ചാനൽ ആരംഭിക്കാൻ പോകാം. കാര്യം മനീഷിന് കുറച്ച് കഴിയുമ്പം അന്ത അറുമയാണ് തമിഴിലെ എന്നെ കാണാൻ. ഡോക്ടർ അരുണൊക്കെ 24 വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സ്വാതന്ത്ര്യം അരുണ്. അരുണ് ഈ പുറപ്പുറത്ത് ഗ്രഹിക്കായിരുന്നു എപ്പോഴും, താഴെ ഇറങ്ങി. നമ്മൾ ഈ ഫ്ലവേഴ്സ് 1 കോടി കൊണ്ടുവരുമ്പോഴേ നമ്മൾ വലിയൊരു സെലിബ്രിറ്റി, ഒരു ഹെവി വെയ്റ്റിനെ, നമ്മളൊന്നും ഹെവി വെയിറ്റ് അല്ലല്ലോ, അപ്പോൾ ഒരു ഹെവി വെയ്റ്റിനെ പ്ലേസ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചൊരു വെയ്റ്റിന് വേണ്ടി അന്വേഷണം തുടങ്ങി. നമ്മൾ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഒരു ദിവസം ഞാൻ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യും, ബാക്കി അദ്ദേഹം പൊഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ നാവി നോക്കിയിരിക്കുക, നമ്മൾ അടുത്തത് എപ്പോൾ പൊഴിയും, മുത്തുകൾ പോലെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. 30 ലക്ഷം രൂപയായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ മലയാള ഫിലിം ഇൻഡസ്ട്രി ശ്രദ്ധിച്ചാൽ തന്നെ ഈ ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ കൊണ്ടാണ് ഈ ഇൻഡസ്ട്രി പ്രശ്നത്തിലായിപ്പോയത്. ഞാൻ ഉമ്മൻചാണ്ടിയുടെ അയലത്ത് താമസിച്ചിരുന്നത്. അതുപോലെ പിണറായി വിജയനെ ഞാൻ വിജയേട്ടാന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. അതുപോലെ VS നെ ഞാൻ പ്രോഗ്രാമിൽ ജനകീയ കോടതിയിൽ കൊണ്ടുവന്ന് വിസ്തരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോഴും ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞൊരു അവതാരകനെ സ്ക്രീനിൽ കാണുന്ന ഘട്ടം, അതിപ്പം ഫ്ലവേഴ്സിലാണെങ്കിലും 24-ലാണെങ്കിലും നമ്മൾ ഒന്നിച്ച് ഇവിടെ എല്ലാം പ്രസന്നവദനായിട്ടുള്ള, എത്ര ടയേർഡാണെങ്കിലും ആരെങ്കിലും മുന്നിലെത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി കളയാത്ത ഒരാളാണ്. ഇപ്പം ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും ആളുകളോട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് സംസാരിക്കുന്നത്, എല്ലാം കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഈ ഇത്രയധികം ആളുകളെ പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട്, ഉറപ്പായും ഈ പറഞ്ഞ രാവിലെ മുതൽ വലിയ ദൈർഘ്യത്തിലാണല്ലോ. ഈ മടുക്കാതിരിക്കുന്ന, എല്ലാ ദിവസവും ഈ ആവേശം, ഇന്ന് തിരിച്ചു പോയി ഗുഡ് മോർണിംഗ് ഷോ ചെയ്യണം, അല്ലെങ്കിൽ വൈകുന്നേരം വരെ നീണ്ട, ഇതിനുള്ളൊരു ആവേശം ജനിപ്പിക്കുന്ന ഇതിനകത്ത് ഞാൻ ഈ ലൈഫിൽ ഈ മീഡിയ ഒരു പാഷനായിട്ടാണ് ഞാൻ എടുത്തത്. ഈ പാഷനായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് മടുക്കത്തില്ലെന്ന് എൻ്റെ ധാരണ. അപ്പോൾ ഏറ്റവും ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യം, നമ്മൾ ഒരുപക്ഷെ ലോകത്ത് ആദ്യ സംഭവം അത് പ്രേക്ഷകരുടെ ഒരു സംസ്ഥാന സമ്മേളനം നടത്തി കൊച്ചിയിൽ നടത്തി. വലിയ വിജയമായിരുന്നു അത് കേട്ടോ. ആൾക്കാരൊക്കെ എന്നോട് വട്ടാന്ന് വെച്ചു. പിന്നെ ചില ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഇലക്ഷൻ വല്ലതും നിൽക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് നമ്മൾ മലപ്പുറത്ത് കൊണ്ട് ജില്ലാ സമ്മേളനം നടത്തി. അടുത്ത ജില്ലാ സമ്മേളനം നമ്മൾ വയനാട്ടിൽ നടത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഇപ്പോൾ മുഖ്യമന്ത്രി പറയില്ലേ, ഇപ്പോൾ ഒരു ഫയലിൽ ഒരു ജീവിതമുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ നമ്മളെ വിളിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് സഹായിക്കാൻ പറ്റും. ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ പരസ്യമായിട്ട് വെറുതെ മോശമാണ്. ഞാനിപ്പം ഒരു പൊതുജനം ഒരു പരാതി നമ്മളവിടെ അയച്ചെന്ന് വെച്ചു. ഇപ്പോൾ ഏതെങ്കിലും പൊതുമരാമത്ത് വകുപ്പിലോ വിദ്യാഭ്യാസ വകുപ്പിലോ ഒരു പ്രശ്നം നടക്കുന്നു. ഞാൻ എന്തോന്ന് അറിയുമോ, നമ്മുടെ ഈ വാർത്താ ചാനലിൻ്റെ ഒരു സ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഇത് മന്ത്രിക്ക് അങ്ങ് ഫോർവേഡ് കൊടുക്കും, ഒരു പേഴ്സണൽ കത്തോടെ. ഇതിൽ പറയുന്ന ഒരു അനീതി എനിക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളിത് ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ ഇത് വാർത്തയാക്കി ഒട്ടിക്കേണ്ടി വരും. ഒരു ഭീഷണിയില്ല, ചിലപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ ഇത് ഉടനെ അവർ മന്ത്രിയുടെ തന്നെ നേരിട്ടൊരു അറ്റൻഷൻ കിട്ടില്ല, അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. നമുക്ക് ഈ മീഡിയ കൊണ്ട് വലിയ സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നുള്ളതല്ല, ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ ലൈഫ് അതോടെ രക്ഷപ്പെടും. ഞാൻ അങ്ങനെ അതിനെ കാണുന്നത്. മാത്രമല്ല, ഞാൻ ശരിക്കും നമ്മളെ ഈ ജില്ലാ സമ്മേളനം നടത്തിയപ്പോഴേ ഒരു 3500 പേരെയെങ്കിലും ഞാൻ കെട്ടിപ്പിടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ഈ മലപ്പുറത്ത്. ഒരാൾ എന്നോട് ക്ഷീണിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 30,000 പേരെ മാതാ അമൃതാനന്ദമായി കെട്ടിപ്പിടിച്ച് ഉമ്മ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ റെക്കോർഡ് അവർക്കുണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ റെക്കോർഡ് ഒരു സംഭവം. പക്ഷേ മാത്രമല്ല, നമ്മളെ ഇവർ കാണുന്നത്, ഇപ്പോൾ എനിക്ക് മാത്രമല്ല, എനിക്ക് ഏറ്റവും മനസ്സിലായി, നമ്മൾ ഈ സെലിബ്രിറ്റികൾ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഈ പൊതുജനത്തിൻ്റെ ഇടയിലൂടെ ഇറങ്ങാൻ വയ്യ. പക്ഷേ ഞാൻ ഇത്രയും കാലമായി ഞാൻ ജനങ്ങളിലെല്ലാം നടക്കുന്നത്. ഞാൻ പണ്ടൊക്കെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞാൽ ഈ സിറ്റി സർവീസ് എൻ്റെ ഒരു ദൗർബല്യം, ആ ബസ്സിൽ കയറി നടക്കും ഞാൻ. അപ്പോൾ ഇതിന് ഇവരൊക്കെ എന്ത് ആളുകൾ നകലാൻ ശ്രമിക്കുന്നു, നേരെ തിരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ നമ്മളിതൊരു കുന്താലികള ഒരു മനുഷ്യൻ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ രാവിലെ ന്യൂസിൽ കളയ്ക്കാൻ പോകും, അത് കഴിയുമ്പോൾ ഫ്ലവേഴ്സിൽ കളയ്ക്കുന്നു. ഇത്ര മാത്രമേ ഒരു കിളയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കിളയോട് നമുക്കൊരു മാനസിക ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ, ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കളയ്ക്കും. ഇല്ലെങ്കിൽ നമ്മൾ കളച്ചൊന്ന് വരുത്തി പോകും. ഞാൻ പറഞ്ഞാൽ നന്നായിട്ട് കളയ്ക്കണം എന്നുള്ള അഭിപ്രായം. കാരണം എന്നെ സംബന്ധിച്ചോളം ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകരെന്ന് പറയുന്നത്, ഞാനിപ്പം അവരോട് കുറച്ചുകൂടെ ഒരു ഇൻഡിവിജ്വൽ ബന്ധം ഉണ്ടാക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇന്നലെയോ കണ്ട ഏതോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരാൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അയാൾ അടിമൂടി ഫ്രോഡാണ്, കപടമാണ്, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കറിയാൻ സാഹിത്യമൊക്കെ പുള്ളി പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകം കണ്ടപ്പോൾ മനുഷ്യനെ ഞാൻ കാണുന്നു. ഞാൻ മനുഷ്യൻ്റെ ബയോഡേറ്റ എനിക്കറിയില്ല മനുഷ്യരാണെന്ന്. ഞാൻ അയാൾ കണ്ടിട്ടൊരു കള്ളൻ്റെ ലക്ഷണമാണ് എന്ന് ഞാനങ്ങ് സ്ഥാപിക്കുന്നു. ഒരൊറ്റ ഇക്വേഷൻ. പണ്ട് നമ്മൾ കണക്ക് സാറ് ദെയർഫോർ അടിക്കുമല്ലോ, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇയാൾ എങ്ങനെ വന്നതാണെന്നോ, ഇയാളുടെ വിദ്യാഭ്യാസം എന്താണെന്നോ, ഇയാളുടെ സാഹചര്യം എന്താണെന്നോ, ഇയാളുടെ അച്ഛൻ ആരാണെന്നോ, ഇയാളെ സോഷ്യലൈസ് ചെയ്ത തറവാട് ഏതാണെന്നോ ഒന്നും അറിയുന്നില്ല.
അവർക്കറിയണ്ട, അവരപ്പോഴേ അങ്ങ് തകർത്ത് കളയുക. കാര്യം കുത്താൻ വീട്ടിലിരുന്ന് മുറിക്കകത്ത് ഇരുന്ന് കുത്താൻ പറ്റുന്നുണ്ട്, കുത്തി കുത്തി അവൻ്റെ നെഞ്ചത്ത് കുത്തുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇത് ഇൻഡിവിജ്വലായിട്ട് പ്രതികരിച്ച് ഒരുപാട് യൂട്യൂബ് പ്രേക്ഷകർ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, സാറിന് ഇങ്ങനെയൊന്നും പറയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഈ ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ ആസ്വദിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഇത് ഒരിക്കലും ഒരു പ്രക്ഷേപകന് കിട്ടത്തില്ല. അവരുടെ ഇടയിൽ ഒരാളിന് മാത്രമേ ഇത് കിട്ടൂ. കാര്യം അവരുടെ ഒരാളാണ് നമ്മൾ, ഒരു ഫാമിലി പോലെ. അപ്പോൾ നമ്മളതുകൊണ്ട് 24 കണക്ട് എന്നൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുടയാണ് അത്. ആ കുടയ്ക്കകത്ത് മലയാളിക്ക് കയറി നിൽക്കാം. നമ്മൾ പറയുന്നത് ഉള്ളവൻ്റെ വാങ്ങി ഇല്ലാത്തവന് കൊടുക്കുക. നമ്മൾ ഈ മീഡിയയുടെ ഒരു പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് വരുന്ന ഒരുപാട് ആളുകൾ സഹായിക്കാൻ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അവരുടെ കാശ് വാങ്ങിച്ചിട്ട് നമ്മൾ പുട്ടടിക്കത്തില്ല എന്നവർക്ക് ഉറപ്പുണ്ടാവണം. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ നമ്മൾ വയനാടിന് വേണ്ടി നമ്മളൊരു ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആപ്പ് എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈ ഫാമിലി ഈസ് വിത്ത് വയനാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ആൾക്കാർ പണം അയച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് 100% ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇതിൽ ആര് പൈസ തരുന്നു, എങ്ങനെ ചിലവാക്കുന്നുള്ളത് വെബ്സൈറ്റിൽ കൊടുത്തേക്കും, ചാനലിലും കാണിക്കാം. അത് എൻ്റെ ഗ്യാരണ്ടിയാണെന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദി പറഞ്ഞല്ലേ, ഇറ്റ്സ് മൈ ഗ്യാരണ്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഗ്യാരണ്ടിയിൽ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം സത്യമാണ്, നമുക്ക് വളരെ സുതാര്യമായി ട്രാൻസ്പെറൻ്റായിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ്. പ്രത്യേകിച്ച് സ്ഥാപനം നടത്തുന്നുണ്ട് പല രീതി. നമ്മൾ ഇപ്പോൾ കൈക്കൂലിക്കെതിരെയുള്ള നിലപാട് ഞാൻ എടുത്തിട്ടുണ്ട്. ബ്രൈബ് ചെയ്യത്തില്ല ആരെയെന്നുള്ളത്. പക്ഷേ ഈ ബ്രൈബ് വാങ്ങണമെന്ന് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾ രത്തൻ ടാറ്റയാണ്. കാരണം അങ്ങേരിൽ ഞാൻ കണ്ട മഹത്വം എന്ന് പറഞ്ഞാൽ അതായത് ഈ ബാക്ക് ഡോർ ഓപ്പറേഷൻസിലൂടെ പല കമ്പനികളും രംഗത്ത് വരുമ്പോൾ ഇതൊന്നും ചെയ്യാതെ ലോകത്തിൻ്റെ നെറുകെ കയറി ഒരു കമ്പനി നടത്തുക. അങ്ങനെ കൈക്കൂലിയില്ല, ഒരു പരിപാടിയില്ല, എല്ലാം നേരെ പോകും. അങ്ങനെ നമ്മുടെ ഒരു ആരാധ്യ പുരുഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അങ്ങയുടെ ഫാനാണ് നമ്മൾ. മറ്റേ ഉള്ള ആൾക്കാരെയൊക്കെ പ്രൈമറി സ്കൂളിൽ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൂരെ നിന്ന് കണ്ടോണം, അടുത്ത് നിന്ന് അവരുടെ സൗന്ദര്യം പോകുന്നു. പല ആൾക്കാരെയും നമ്മൾ ദൂരെ നിന്ന് കണ്ടാൽ ഇറ്റ് ഈസ് ഓക്കെ, അടുത്ത് പോയാൽ ഇവർക്ക് നാറും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ജനങ്ങൾ, പ്രേക്ഷകരെന്ന് വെച്ചാൽ അവർക്ക് കള്ളത്തരമൊന്നുമില്ലല്ലോ. അവർ സാധാരണ മനുഷ്യരാണ്. അവരോട് നമ്മൾക്ക് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാനിങ്ങനെ ചിലപ്പം കല്യാണത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ ഭാര്യ എന്നും പറയുന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഈ നമ്മൾ തമ്മിൽ കത്തിക്കുന്നത് ഏഷ്യാനെറ്റ് അന്ന് കുറേ പൊട്ടൻഷ്യലുള്ള സമയമാണല്ലോ. അപ്പം ഞാൻ എല്ലാവരോടും സംസാരിച്ച് ഉറുമ്പെഴയുന്നില്ല ഇങ്ങനെ വരും. താങ്കൾ ചോദിച്ചാൽ അതേ ചോദ്യം, എല്ലാവരോടും ഇങ്ങനെ മിണ്ടേണ്ട കാര്യമില്ലല്ലോ, ഇങ്ങനെ പോരാല്ലോ എന്ന്. പക്ഷേ ഞാൻ വിഷയമൊക്കെ ചോദിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തോളെ കേട്ട് 2 പടമൊക്കെ എടുത്ത് ഇങ്ങനെ വരും. അപ്പോൾ ഭാര്യ പിടിച്ചുകൊണ്ട് വരണ 1/2 മണിക്കൂർ എടുക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതല്ലേ നമ്മുടെ ഒരു കൗതുകം. നമ്മളിപ്പം ഒരു AC മുറിയിൽ ഇരുന്ന് ലോകത്തോട് പ്രക്ഷേപിക്കുമ്പോഴേ ലോകത്ത് എന്തോ നടക്കുന്നത് നമ്മൾ അറിയത്തില്ലല്ലോ. പക്ഷേ അവരുടെ കൂടെ നിന്ന് അവരുടെ വേർപ്പിൻ്റെ ഗന്ധം അറിയുമ്പോഴല്ലേ അവരുടെ ജീവിതം എന്തോ നമ്മൾ അറിയുന്നു. അപ്പോൾ അത് എനിക്കത് ഞാൻ ആകാശമുള്ളപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു സ്റ്റൈല് ഒരാൾക്ക് പെട്ടെന്ന് കൊണ്ടുവരാനും പാടാണ്. കാര്യം നമ്മളിപ്പോൾ അത്ര നല്ല അഭിനേതാവാണെങ്കിൽ അത് ആളറിയാതിരിക്കും. നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ. ചില ആളുണ്ട് മോഹൻലാലിലോട്ട് അഭിനയിച്ചു കളയും, ഒരിക്കലും പിടിക്കാൻ പറ്റത്തില്ല. മോഹൻലാൽ എപ്പോഴാണ് അഭിനയിക്കാതിരിക്കും നമുക്ക് പിടിയിട്ടതല്ലോ, ഒരു അത്ര നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിൽ. അതുകൊണ്ട് അതുപോലെ അഭിനയിച്ച് തകർക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, കെട്ടിപ്പിടിച്ച് കരയും, അതൊക്കെ ചെയ്ത് കളയും. ഇതത്രയും പറഞ്ഞപ്പോഴേ നമ്മൾ തമ്മിൽ വലിയ ദൈർഘ്യമേറുള്ള സംഗതിയായിരുന്നു. അപ്പോൾ മലയാളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ദൈനംദിന കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ തമ്മിൽ തന്നെ ഒരു ശൈലി തുടർച്ച പോലെയാണ് 24 വന്നിരിക്കുന്നത്. കാരണം പേഴ്സണലി ആളുകളോട് വളരെ രീതിയിലുള്ള ശരീരഭാഷയിലും സംസാരത്തിലൊക്കെ മനീഷ് പറഞ്ഞ ഞാൻ ഒരു കാര്യം ഇംഗ്ലീഷ് പറഞ്ഞല്ലേ, ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അത് 24 ഓൺ ദ ഹോൾ അതിൻ്റെ ഒരു ഫേസ് എന്താണെന്ന് വെച്ചാൽ അത് ഒരാളുടെ കാതിൽ പറയുന്ന പോലെയാണ്. ആ വാർത്തയുടെ രീതികളും എല്ലാം നമ്മൾ പെട്ടെന്ന് നമ്മൾ ഈ ഹെഡ്ലൈൻസ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അങ്ങ് കനപ്പിക്കുമല്ലോ, ശബ്ദമൊക്കെ മുഴക്കി നമ്മൾ പറയുമല്ലോ. അതുപോലും വേണമെന്ന് എനിക്കിപ്പോൾ സംശയമാണ്. അതായത് ഭാഷയുടെയും ശരീരഭാഷയുടെയും 484 കോടി രൂപ സമ്മാനം എന്നൊക്കെ പറയാം. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോഴും ഒരു ഡൗട്ടാണ്. പിടിക്കുന്നവനല്ല 24 അനുകരിച്ചെങ്കിലും ആ ശൈലി മാറി. ഇപ്പൊ ഈ ചിരി ഒരുപാട് ചിരിയും യൂട്യൂബ് വായനയും ചെറിയ കാര്യമില്ല. മാത്രമല്ല ചില ആളുകൾ പ്രശ്നം എന്താ അറിയാമോ, ഈ 2 കാര്യങ്ങളിലും മലയാളിക്ക് പ്രത്യേകിച്ചുണ്ട്. നമ്മൾ ഈ മുടിയൊക്കെ പെയിന്റ് അടിച്ച് കറുപ്പിച്ച് വെച്ചേക്കാണ്. പിന്നെ ഈ കണ്ണട വെക്കത്തില്ല, മറ്റേ ലെൻസ് അങ്ങനെ കയറ്റി വെക്കാമെന്നൊക്കെ ആലോചിക്കും. അപ്പോൾ ചില വാർത്താ മുറി നിൽക്കുന്ന ചില ആൾക്കാർക്ക് പ്രായമായിട്ടുണ്ട്, പക്ഷെ അവർ പെയിന്റ് അടിച്ച് പൊട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ യൂട്യൂബ് വായിക്കാൻ ചെറിയ അക്ഷരമല്ലേ, ഇവർ കണ്ണും പിടിയും കിട്ടത്തില്ല. അപ്പോൾ ഇവർ കിടന്ന് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. എന്നാൽ കണ്ണാടി വെക്കാൻ ഇവരുടെ ഈഗോ അനുവദിക്കുന്നുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ 1-2 പേരോട് ഈ 65-ാം വയസ്സിൽ കണ്ണ് കാണാൻ പറ്റുമോ, നിങ്ങൾ മറ്റേ ലെൻസ് വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ലെൻസൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇതുവരെ കണ്ണ് പീസായിട്ടില്ല. അപ്പോൾ പക്ഷേ ഈ ആൾക്കാർ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് എബ്രഹാം എഴുതിയ ഇത്
അപ്പോഴത്തെ ലാഗാണല്ലോ സ്ക്രീനിൽ, വലിയ പാടാണ് ഇത്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് നമ്മൾ സ്വയം നിർമ്മിച്ചെടുക്കുന്ന ഒരു ശൈലിയാണല്ലോ, വേറെ സ്ഥലത്ത് അനുകരിക്കാവുന്ന സാധനം. ഇത് ഒരുപാട് പേര് ഈ മുന്നിലുള്ളവരും, ഇപ്പം നേരത്തെ ഇതിന് മുന്നിലുണ്ടായിരുന്ന ഏഷ്യാനെറ്റാണ്, പിന്നിൽ മാതൃഭൂമി, മനോരമ എന്നൊക്കെ പറഞ്ഞ ഈ ലെഗസി പ്രിന്റിന്റെ മറ്റു മാധ്യമങ്ങൾ, ഇവരെല്ലാം പരസ്പരം അനുകരിച്ചു വരുമ്പോൾ നമ്മുടേതിനും പുതുമയില്ലാതായി പോകുമല്ലോ. അപ്പോൾ ഇനി ഇതിനെ പുതുക്കുക എന്നുള്ളത് കൂടി ഒരു ദൗത്യമാവില്ല. അല്ല, അത് ഇതിപ്പോൾ പ്രശ്നം ഏതാ ഒറിജിനൽ എന്നുള്ള ചോദ്യം വന്നു തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തോ, ഞാൻ താങ്കൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഇപ്പം നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്ത് നമുക്ക് തന്നെ പറയാവുക, അങ്ങനെ നമുക്ക് പണി കിട്ടിയ പോലെയാണ്. അപ്പം നമ്മളിനി അത് ചെയ്തുകൊണ്ടിരിക്കുക, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ പിന്നീട് എന്താ അറിയുമോ, ഞാൻ നമ്മുടെ ഈ റിപ്പോർട്ടേഴ്സിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശരിക്കും നിങ്ങൾ മണ്ണിൽ കാലുറപ്പിച്ചെന്ന് തോന്നും, കാല് പൊങ്ങരുത്. പിന്നെ നമ്മൾ 24 ആർമി എന്നാണ് പറയുന്നത്. നമ്മുടെ റിപ്പോർട്ടേഴ്സൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ സുർജിത്ത് അയ്യപ്പത്ത് എന്ന് പറഞ്ഞൊരു വയനാടിലുണ്ട്. ഈ സുർജിത്ത് ശരിക്കും ഈ വയനാട് റിപ്പോർട്ടിങ്ങിനിടയിൽ കണ്ണ് നിറഞ്ഞൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അയാൾക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം തലേ ദിവസം ഈ വെണ്ണാറമല സ്കൂളിൽ പോയിട്ട് അയാൾ ആ സ്കൂള് ഒരു നദിക്കരയിൽ ഇങ്ങനെ മനോഹരമായൊരു സ്കൂള്, ആ സ്കൂളിൽ കുറച്ച് അത്തിയാവകര എന്നൊക്കെ പറഞ്ഞ് വളരെ ആലങ്കാരികമായിട്ട് അവതരിപ്പിച്ചിട്ട് ഒരു 8 മണിക്കൂർ തികയുമ്പം ഉരുൾ പൊട്ടി അവിടുത്തെ 50ഓളം കുട്ടികളെ കാണാനില്ല എന്ന് പറയുന്നൊരു അവസ്ഥ അയാൾ തന്നെ എൻജോയ് ചെയ്യുക. ഭയങ്കര താങ്ങാൻ പറ്റില്ല. അയാളുടെ കണ്ണൊക്കെ പല സമയം നിറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 24 ആർമി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറ്റില്ല, ഞാൻ ഈ കൂടെ നിൽക്കുന്ന ആളുകൾക്കും അവതാരകർക്കും ഒരുപാട് പ്രാധാന്യം കൊടുക്കുക കൂടുതലാണ്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന അറിയുമോ, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളിന് ഒരു പ്രാധാന്യം വരാതിരിക്കാൻ നമ്മൾ ചെത്തിക്കും. കാര്യം നാളെ എനിക്ക് പണി തരും, പണി തരും വിചാരിച്ച് പ്രാധാന്യം കൊടുക്കത്തില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവം അങ്ങനെയാണ്. എന്നുവെച്ചാൽ ഇയാൾ എപ്പോഴെങ്കിലും ഈ പ്രശ്നമാവുമോ എനിക്ക് എന്ന് കരുതി നമ്മളെ ഇങ്ങനെ വെട്ടി വിട്ടുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ വെട്ടത്തില്ല. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ നമ്മുടെ കഴിവിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്നതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഡോക്ടർ അരുണൊക്കെ 24 വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സ്വാതന്ത്ര്യം എന്തായിരുന്നു. അരുണ് ഈ പുറപ്പുറത്ത് ഗ്രീക്കായിരുന്നു എപ്പോഴും, താഴെ ഇറങ്ങിയിട്ടില്ല. കാരണം അത്രയും ഫ്രീഡം നമ്മളവിടെ ഉണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന വിജയകുമാർ ആയാലും ആഷ്മി ആയാലും ഗോപികൃഷ്ണൻ ആയാലും ഇവർക്കൊക്കെ ഭയങ്കരമായ ഫ്രീഡം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിലൂടെ കാണുന്നത് എന്തറിയുമോ, എനിക്ക് കിട്ടിയിട്ടുള്ള മീഡിയ കരിയറിൽ ചില അസ്വാതന്ത്ര്യങ്ങളുണ്ട്, അത് ഇവർ അനുഭവിക്കുന്നത്. കാരണം അവരുടെ മുഴുവൻ ഒരു ഫ്രീഡം, ഒരു കഴിവ് നമുക്ക് ടാപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കണം എന്നുള്ളതാണ്. അത് ഞാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഓഫീസിലെ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസിലെ ആൾക്കാരോട് പറയുന്നറിയോ, നമ്മൾ ഈ കശുവണ്ടി ആഫീസിലെ ഐറ്റം അണ്ടിയ എന്ന് പറയുന്നില്ലേ, ഇവിടെ വാർത്തയും പ്രോഗ്രാമുമാണ്. അപ്പോൾ അതുണ്ടാക്കാൻ അവരെ കാര്യക്ഷമമാക്കാനും അവരെ ഒരു കംഫർട്ട് ലെവലാക്കാനും ഉള്ള ആക്സിലറി ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങൾ. എല്ലാ ഓഫീസിലും അങ്ങനെയല്ല. ഫിനാൻസുകാർ കാര്യങ്ങൾ തീരുമാനിക്കും, മാർക്കറ്റിംഗുകാർ കാര്യങ്ങൾ തീരുമാനിക്കും, ഇവരെൻ്റെ പിന്നാലെ കൂടിക്കോണം. അങ്ങനെയല്ല. ഇവിടുത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ കശുവണ്ടിയുടെ ഐറ്റം പോലെ ഇവിടുത്തെ ഐറ്റം പ്രോഗ്രാമോ ന്യൂസുമാണ്. അപ്പോൾ അതുണ്ടാക്കുന്നവരാണ് നമ്മുടെ മുന്നണി പടയാളി. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് നല്ല ക്ലാരിറ്റിയാണ്. അത് കാരണം അവർ കുഴപ്പം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അതെന്തോന്നറിയാമോ പറ്റിപ്പോയത്, ഈ വാർത്താ ചാനലിൻ്റെയും ഈ ഈ എൻ്റർടൈൻമെൻറ്റ് TV ചാനലിൻ്റെ ഒക്കെ തലപ്പത്ത് MBA പാസ്സായ നല്ല ഒന്നാം തരം മാർക്കറ്റിംഗ് കക്ഷികളാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടൻറ്റ് കക്ഷികൾ എന്ന് പറഞ്ഞാൽ വികാരജീവികളാണെന്ന് അവർ പറയുന്നത്. അവർക്ക് ഭരണ പാരവശ്യമേ ഉള്ളൂ, കാര്യക്ഷമതയില്ലെന്ന്. അതുകൊണ്ട് ഇവരെ കയറ്റി ഇരുത്തത്തില്ല. ലോകത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഒരു ന്യൂസ് എഡിറ്റർ MD ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇവരെ ഇരുത്തിയ കമ്പനി തകർന്നു പോകുന്നതാണ് ഈ പണം മുടക്കുന്ന ആളുകളെ ഇത്ര കാലം വിശ്വസിപ്പിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ 24 ഇതും മാനേജിങ് ഡയറക്ടറായിട്ട് ഇരിക്കുന്നു. എനിക്ക് വികാര പാരവശ്യമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ വികാര പരവശനല്ല. അപ്പം ഇതൊരു കോമൺ സെൻസ് ആണ്. അപ്പോൾ ഇതൊരു മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനുള്ള ഒരു കമ്പനിയാണിത്, ഒരു സംസ്ഥാനമാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഈ കണ്ടൻറ് മേക്കേഴ്സ് എന്ന് പറയുന്നവരുടെ പ്രാധാന്യം ഇടിച്ചു കളഞ്ഞത് ഇങ്ങനെയുള്ള ഈ കമ്പോളത്തിൽ മുൻവിധിയോടെയാണ്. ഇവർക്കിതൊന്നും പറ്റത്തില്ല. ഇതെന്തോ പറ്റാത്ത എന്തോ സംഭവം. എൻ്റെ അഭിപ്രായത്തിൽ എന്നറിയുമോ, ഏറ്റവും നല്ല മാർക്കറ്റിംഗുകാരനാവാൻ പറ്റുന്നത്, ഒരു സെയിൽസ് പേഴ്സൺ ആവാൻ പറ്റുന്നത് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ന്യൂസ് പ്രസൻറ്ററൊക്കെ ആയിരിക്കുന്ന കാര്യം. ഈ ന്യൂസ് പ്രസൻറ്റർ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ചെന്നാൽ ഇങ്ങോട്ട് നോക്കുക, അയാൾ ഒരു സാധനമായിട്ട് 180 രൂപയാണ് ഈ വർഷം നിങ്ങളുടെ വരുമാനം, ഇതൊരു 360. അപ്പോൾ 360 എന്നുള്ള വരുമല്ലോ. അപ്പോൾ മുതലാളി വിശ്വസിക്കും, 360 എഴുതി കാണിച്ചു, 360 രൂപ കിട്ടിയാൽ കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് നാളെ കൈയൊക്കെ അടിച്ച് ഈ അവതാരകൻ്റെ സർവ്വസാധ്യത ഉപയോഗിച്ചിട്ട് ഈ മുതലാളിയെ വീഴ്ത്തുന്നു, മുതലാളി കുളിപ്പിച്ച് കിടത്തി. അത് മറ്റേ ആൾ അങ്ങനെയല്ല. മറ്റേ ആൾ അവിടെ ചെന്ന് പതുക്കെ താളമൊക്കെ ചവിട്ടി മുതലാളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ച്, പുള്ളി അവതാരകനൊന്നും അല്ലല്ലോ. ആ രീതിയിൽ അതിനേക്കാളും ചെയ്യാൻ പറ്റിയവർക്ക്
എന്നാൽ എൻ്റെ വിശ്വാസം കണ്ടോ. എനിക്ക് ഇതുവരെ ഞാൻ പരീക്ഷിച്ചിട്ടുള്ളത്. ഈ കാര്യം ചോദിക്കുമ്പോൾ ഉള്ളതേ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വലിയൊരു സെക്ടറാണ് ജനറൽ എൻ്റർടൈൻമെൻറ്റ് ചാനൽ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ഗ്രൂപ്പ്, സ്റ്റാറും എല്ലാവരും വന്ന് വീഴുക. അവിടെയാണ് ഒരു റീജിയണൽ പ്ലാറ്റ്ഫോമായിട്ട് ഫ്ലവേഴ്സ് വരുന്നത്. ഫ്ലവേഴ്സ് നോക്കിയാൽ നമ്മൾ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മോഹൻലാലിനെ ഓൺ ബോർഡ് ചെയ്യാണ്, കോടീശ്വരൻ വരുന്ന സമയത്ത് കോൺബനഗർ ബച്ചൻ, ഇവിടെ സുരേഷ് ഗോപി ഓൺ ബോർഡ് ചെയ്യാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ഗെയിം ഷോ വരുന്ന സമയത്തേക്ക് അവിടെ പുറത്തുനിന്നൊരു സെലിബ്രിറ്റിയെ ഓൺ ബോർഡ് ചെയ്യുന്നതിന് പകരം അവിടെയും ശ്രീകണ്ഠൻ നായരാണ് വരുന്നത്. അതൊരു സക്സസ്ഫുൾ ഫോമുലയിലേക്ക്. ഞാനൊരു രഹസ്യം പറയാം, നമുക്ക് പിന്നെ അത് വലുതായിട്ട് മറിച്ചിട്ട് വലിയ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമ്മൾ ഈ ഫ്ലവേഴ്സ് 1 കോടി കൊണ്ടുവരുമ്പോഴേ നമ്മൾ വലിയൊരു സെലിബ്രിറ്റി, ഒരു ഹെവി വെയ്റ്റിനെ, നമ്മളൊന്നും ഹെവി വെയിറ്റ് അല്ലല്ലോ, അപ്പോൾ ഒരു ഹെവി വെയ്റ്റിനെ പ്ലേസ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചൊരു വെയിറ്റിന് വേണ്ടി അന്വേഷണം തുടങ്ങി. നമ്മൾ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഒരു ദിവസം ഞാൻ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യും, ബാക്കി അദ്ദേഹം പൊഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ നാവി നോക്കിയിരിക്കുക, നമ്മൾ അടുത്തത് എപ്പോൾ പൊഴിയും, മുത്തുകൾ പോലെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. 30 ലക്ഷം രൂപ എനിക്ക് ഒരു ദിവസം ഒരു എപ്പിസോഡ്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങ് 30 ലക്ഷം അല്ല, അങ്ങ് 5 ലക്ഷത്തിന്? അതൊക്കെ കാലം പോയി, ഞാനിപ്പം എത്ര പടം ചെയ്തു, അതിൻ്റെ മാർക്കറ്റ് കഴിഞ്ഞു. 30 ലക്ഷം രൂപ തരാമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ കുറേ ഫെസിലിറ്റി ഉണ്ട്, ജിമ്മന്മാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ടെലിവിഷനിൽ ഈ കാരവൻ കൾച്ചറില്ല. കാര്യം ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഓടി കാരവനിൽ പോയിരിക്കുന്ന പരിപാടിയില്ല. കാരവൻ കൃത്യമായിട്ട് വേണം ഈ ദിവസങ്ങളിലെല്ലാം. അപ്പോൾ പിന്നെ എല്ലാ സെറ്റപ്പും മാറി. നമ്മൾ വന്നിട്ട് നമ്മുടെ കണക്കന്മാരെ വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, പുള്ളിക്ക് 30 ലക്ഷം രൂപ കൊടുക്കും, ബാക്കി ചിലവർ അനാപത്തെല്ലാം ചേർത്ത് 35 ലക്ഷം ഒരു എപ്പിസോഡ്, എത്ര വരുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസം ഏതാണ്ട് 48 ലക്ഷം രൂപ എപ്പിസോഡിന് വരും. അപ്പോൾ ഞാൻ മാർക്കറ്റിങ്ങോട്, നിങ്ങൾക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും? ഞങ്ങളൊരു 8 ലക്ഷം രൂപയ്ക്ക് മാർക്കറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ പാവങ്ങളുടെ മമ്മൂട്ടി ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഒരു 5.5-6 ലക്ഷത്തിൽ തീർത്ത് സംഭവം മുടക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹെവി വെയിറ്റിൻ്റെ പിന്നാലെ പോകുമ്പോഴേ ഇതൊരു വലിയ കോർപ്പറേറ്റ് സെറ്റപ്പിന് പറ്റും. ഈ ഫ്ലവേഴ്സ് പോലൊരു പ്രാദേശിക ചാനലിനൊന്നും താങ്ങാൻ പറ്റത്തില്ല. മാത്രമല്ല നമ്മുടെ ഈ മലയാള ഫിലിം ഇൻഡസ്ട്രി ശ്രദ്ധിച്ചാൽ തന്നെ ഈ ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ കൊണ്ടാണ് ഈ ഇൻഡസ്ട്രി പ്രശ്നത്തിലായി പോകുന്നത്. 800-900 കോടി രൂപയാണ് ഒരു വർഷം ഇൻഡസ്ട്രി നശിപ്പിച്ച് കളയുന്നത്. വിജയിച്ചു എന്ന് പറയുന്ന സിനിമ 4-5 ആയിരിക്കും. അപ്പോൾ ഈ സിനിമ ആർട്ടിസ്റ്റുകൾ ഈ ഒരു സിനിമയുടെ ആകെ ചിലവിൻ്റെ 50% അവർക്കുള്ളതാണ്, റെമ്യൂണറേഷനായിട്ട് പോവുക. അപ്പോൾ അത്രയും താങ്ങാനുള്ള കരുത്ത് ഈ കേരളത്തിലെ ഇൻഡസ്ട്രിക്ക് ഇല്ല ശരിക്കും. ഇത് തന്നെയാണ് ടെലിവിഷൻ്റെയും കഥ. പക്ഷേ അവർക്ക് എന്ന് പറയുമ്പോൾ അവർ ഈ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണത് ഭാവിക്ക് വേണ്ടി. അവർ നോക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ വാല്യൂ ഷോ വരും, ഇത്ര റേറ്റിംഗ് പോയിൻറ്റ്സ് കിട്ടിയാൽ ഇങ്ങനെയാവും എന്നൊക്കെയുള്ള വലിയ കണക്കുകൂട്ടലിലാണ് അവരിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ അവർ കമലഹാസനെയും ഒക്കെ ഇവിടെ ഇറക്കിയെന്നിരിക്കും, ചിലപ്പോൾ അമിതാഭ് ബച്ചൻ വന്നിറങ്ങും. നല്ല കാര്യമാണ്, നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ 600-620 എപ്പിസോഡ് നമ്മൾ ചെയ്തു. ഈ ഫ്ലവേഴ്സ് 1 കോടി ഒരുപാട് പേരെ കരയിപ്പിച്ചു. പിന്നെ എനിക്ക് തോന്നി ഇത്രയും കാലം കരഞ്ഞതല്ല, ഇനി ചിരിക്കാൻ ഇപ്പോൾ ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി എന്നാക്കി. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുക. കാരണം അത് കുറച്ചുകൂടി എളുപ്പമാണ്. മറ്റേ ഇത് നമ്മുടെ കപ്പ് ഓഫ് ടീ ആണ്, നമ്മുടെ കപ്പ് ഓഫ് ടീ അല്ല. പക്ഷേ എന്നാലും അവരുടെ ഒരുപാട് നമ്മൾ ഇതുവരെ കേട്ടാൽ വിശ്വസിക്കാത്ത രീതിയിലുള്ള യൂട്യൂബിലൊക്കെ അത് അവൈലബിളാണ്. എത്രയോ പേരുടെ അനുഭവങ്ങൾ വന്നു, കുറേ ആൾക്കാർ രക്ഷപ്പെട്ടു. ചില ആളുകളൊക്കെ ഈ ഞാനൊരു ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴേ ഒരായിട്ട് തിരികെ വെച്ചിരിക്കുന്നു, ഫ്ലവേഴ്സ് 1 കോടി ഫെയിം, ഒരു നൃത്ത സ്കൂളാണ്, ഡാൻസ് സ്കൂളും, അതിൻ്റെ ടീച്ചറിൻ്റെ പേരാ ഫ്ലവേഴ്സ് 1 കോടി ഫെയിം. അപ്പോൾ ഇതൊക്കെ അവരുടെ ജീവിത നിലവാരത്തിൽ ഒരുപാട് പേര് മാറിപ്പോയി, ഒരുപാട് മാറിപ്പോയി. അല്ലെ ഈ പറഞ്ഞത് സാറ് പറഞ്ഞപ്പോൾ ഈ ഒരു മാധ്യമത്തിൻ്റെ ശേഷിയും ഈ പറയുന്ന ദൃശ്യത ഉപയോഗിച്ചിട്ട് മനുഷ്യരുടെ ജീവിതം ഒരു ഇഞ്ചെങ്കിലും മാറ്റാൻ പറ്റും എന്നുള്ള സംഭവം. ഈ കണ്ണാടിയുടെ ഒരു കാര്യം പറയുന്നത്, ടി.എൻ. ഗോപകുമാർ സാറുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ഇപ്പം ഒരുപക്ഷെ പിന്നീട് ഏഷ്യാനെറ്റിൻ്റെയൊക്കെ പേരെടുത്ത് വിമർശിക്കൊണ്ട് വന്നിട്ടുള്ള ഒരാളാണ്. ഈ അന്നത്തെ ഒരു കാലം വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്ന സമയമാണല്ലോ. അന്ന് എനിക്ക് തോന്നുന്നത് കണ്ണാടി നമ്മൾ തമ്മിലാണ് ഏഷ്യാനെറ്റും. ഞാൻ വിമർശിച്ച കാര്യം എന്നറിയോ, അതായത് എല്ലാ ടെലിവിഷൻ ചാനലുകളിലും ആളുകൾക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ ചെയ്തു. നമ്മുടെ മനസ്സിലെ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഇപ്പം നമ്മളെ ഒരാൾ കൊച്ചിയിൽ കടവന്തറ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റുകാരൻ നമ്മളോടൊരു ചായ കഴിക്കാൻ വരണം, ആ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ചെയ്തത്. അപ്പം നമ്മൾ ഈ അവാർഡുകൾ വെച്ചു. അപ്പോൾ ഇതിൽ 1-2 ദുരന്തരന്മാർ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ഉള്ള മേധാവികളുണ്ടല്ലോ, ഇവർ ആലോചിച്ചിട്ട് ഇവർക്കൊരു വിലക്ക് ഏർപ്പെടുത്തി. അപ്പോൾ ടി.എൻ. ഗോപകുമാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്നറിയോ, അങ്ങനെ പറഞ്ഞത്, എനിക്ക് ശ്രീകണ്ഠൻ നായർ വയ്യാതിരിക്കുകയാണ്, പക്ഷേ കൊച്ചിയിൽ വന്ന് നിങ്ങളെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ അവാർഡ് വാങ്ങുന്ന എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, ഞാൻ വരും എന്നാണ് പറഞ്ഞത്. 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, അതായത് ഈ അവാർഡിൻ്റെ അന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു, എന്നോട് ക്ഷമിക്കുക, എനിക്ക് വരാൻ കഴിയുന്നില്ല, ആളുകൾ തടഞ്ഞു, എൻ്റെ യാത്ര മുടക്കി, എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു.
പിന്നെ ഞാൻ അദ്ദേഹം മരിച്ച ദിവസമാണ് അദ്ദേഹം വീട്ടിൽ പോയത്. അപ്പോൾ ടി എൻ ഗോപകുമാർ ശരിക്കും ഈ അവാർഡ് വാങ്ങാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അത് മാത്രമല്ല അതിലൊരു വൈകാരികത, വേറൊരു വൈകാരിക സംഭവമാണല്ലോ. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഒരു എഡിറ്റിംഗ് ടേബിളിൽ ഏറ്റുമുട്ടിയൊക്കെ വളർന്നവരല്ലേ. അപ്പോൾ നമ്മൾ ഒന്നിച്ച് മുത്രപ്പരക്കർ ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ചെയ്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 പേരുടെ ഒരു സംഗമമായിരുന്നു അത്. പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ വേദിയിൽ ഈ പുരസ്കാരം വാങ്ങിച്ച ചാനലുകളെ കുറിച്ച് പറഞ്ഞു. ഒക്കെ പറഞ്ഞ് ഇന്ന നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി പുരസ്കാരം നിഷേധിച്ചവരുടെ രജിസ്റ്റർ കൂടെ വായിക്കാം. അതുകൂടെ പറയണമല്ലോ, നമ്മൾ ജനങ്ങളുടെ അടുത്ത് നമ്മൾ ഓപ്പൺ ആവണം. നമ്മൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ടി എൻ ഗോപകുമാറിന് എതിരായിട്ടുള്ള നീക്കമൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ എനിക്ക് ഇപ്പോഴും ഒരു വിഷമമുണ്ട്. കാരണം ഗോപൻ ഒരു അപാര കക്ഷിയായിരുന്നു, ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ജേർണലിസ്റ്റായിരുന്നു. അപ്പോൾ പുള്ളി എടുത്തൊരു സ്വപ്നമായിരുന്നു പുള്ളിക്ക് ഇവിടെ വരണമെന്നുള്ളത്. പുള്ളി പ്രത്യേകിച്ച് ഒരു മാനസികാവസ്ഥയിലൊക്കെ പുള്ളി ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശാരീരിക അവശതകളുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് അദ്ദേഹത്തിന് ഈ പുരസ്കാരം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയി എന്ന് പറഞ്ഞത് ഒരു വലിയ വിഷമമായി, വലിയ സങ്കടമായിരുന്നു അത് തീർച്ചയായിട്ടും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പം നമ്മളിപ്പോൾ ആത്യന്തികമായിട്ട് നമ്മളിപ്പോൾ ചാനലിനോടൊന്നും വിരോധിച്ചിട്ട് കാര്യമില്ല. നമ്മളിതൊരു മത്സരമാണ്. ഞാൻ പറയുന്ന തിയറി എന്ന് പറയുമോ മനീഷ്, കണ്ടന്റിൽ നമുക്ക് മത്സരിക്കാം, ഏത് എക്സ്റ്റനിലും പോകാം. നമ്മൾ ഈ ആളുകൾ തമ്മിൽ പേഴ്സണൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരുപാട് അവരെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുക, കള്ളക്കഥകൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ആ പാർട്ടി ഓഫീസിൽ നടന്നൊരു ചർച്ചയുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ പ്രിൻസിപ്പിൾ തന്നെ നമ്മുടെ പിള്ളേർ കടന്നു പോകുമ്പം കള്ളൻ്റെ മക്കളാണെന്ന് പറയുന്നതാണ്. ആ പാർട്ടിയിൽ ഇത് അവതരിപ്പിച്ച നേതാവിന് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ എൻ്റെ ബയോഡേറ്റ വായിച്ചിട്ടില്ല. നമ്മളതുപോലെ ഈ ചില ആൾക്കാർ പറയുമല്ലോ, ഈ പെട്ടെന്ന് പുള്ളിക്കാരന് ചീഫ് എഡിറ്ററായി. അപ്പോൾ നമ്മൾ ശരിക്കും എത്രയോ കാലമായി ഈ റേഡിയോ മാധ്യമത്തിലും പത്രത്തിലും ടെലിവിഷനിലും ഒക്കെ കിടന്ന് ഈ നമ്മുടെ സാമൂഹ്യ രംഗത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചു വരുന്ന ഒരാളാണ്. ഈ ആളുടെ ഒരു വിചാരം എന്താ അറിയുമോ, ഈ നമ്മളൊരിക്കലും ഇപ്പോൾ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരാൾ ഫ്ലോറിലോട്ട് ഇറങ്ങി വാർത്തയൊക്കെ തുടങ്ങുക, അങ്ങനെ വല്ലതും തുടങ്ങാൻ നോക്കൂ? ഒരിക്കലും തുടങ്ങാൻ പറ്റത്തില്ല. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ അങ്ങനെ ഒരു മുൻവിധി ഈ വിനോദ ചാനലിൽ കൂടുതൽ കാലം പ്രവർത്തിച്ചുകൊണ്ട് ജേർണലിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത ശ്രീകണ്ഠൻ നായർ നടത്തിയാൽ ഇതെങ്ങനെ വിജയിക്കാനാണ്? അതൊരു അന്തിച്ചർച്ചയുടെ പിൻബലമില്ലാത്ത ഒരാളായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു കക്ഷി പറഞ്ഞത്, നമ്മളിപ്പോൾ നമ്പർ 1 നിൽക്കുന്ന സമയത്തും ഞാൻ ഓർമ്മിച്ചു പോയി അയാളെക്കുറിച്ച്. കാരണം 8 നിലയെ പൊട്ടുമെന്ന് തലക്കെട്ടടിച്ച അയാൾ. എന്തിനാ പുള്ളി എന്നെ 8 നിലയെ പൊട്ടിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പുള്ളിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിനോദമാണ് 24 പൊട്ടിക്കുക. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയ കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ അവർ മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചില ആളുകളുടെ കാര്യത്തിൽ ഞാനിങ്ങനെ പറയും, ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കേണ്ടി വരും. അവർ നവാഗത പ്രതിഭയായിരിക്കും. കാരണം ഇവനെ നമ്മൾ അംഗീകരിക്കപ്പെടാതെ പോയാൽ പിൽക്കാലത്ത് അവൻ എന്തോ അറിയോ, അന്ന് എൻ്റെ 22ാം വയസ്സിലാണെന്ന് തോന്നുന്നു, ഞാൻ അന്നൊരു TV ചാനലിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു അഹങ്കാരി ഒരുത്തനെ കണ്ടു. ഇന്ന് കട്ടയും പടവും മടങ്ങി വീട്ടിൽ കിടക്കാവൻ. അവനൊക്കെ അനുഭവിച്ച് അവൻ ഇൻ്റർവ്യൂ കൊടുക്കുമെങ്കിൽ നമ്മൾ ആരെയും അണ്ടർറേറ്റ് ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആളുകളത് വളരെ പേഴ്സണലാക്കുന്നു. അതിന് എനിക്കൊന്ന് ഇപ്പോഴും ഒരു സ്പേസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലെ ടെലിവിഷൻ ചാനൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒന്നിച്ച് പോകാൻ നിലവിൽ അതൊരു ആഗ്രഹം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന്. ചിലപ്പോൾ പരസ്പരം പലതും സഹായിക്കാൻ പറ്റിയേക്കും. നമ്മൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറമാനോ അല്ലെ ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസർക്കോ ഒരു വാഹനാപകടം ഉണ്ടായി, ഈ ആളുകളെല്ലാം കൂടെ പിരിച്ചൊരു പൈസ ഉണ്ടാക്കാൻ തീരുമാനിച്ച അയാൾ എവിടെ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചൂടെ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഇത് വാർത്താമുറി മാത്രമല്ലല്ലോ, ജീവിതം എന്ന് പറഞ്ഞിങ്ങനെ പരന്ന് കിടക്കുമല്ലേ. അപ്പോൾ നമ്മളവിടെ എന്തെല്ലാം സഹായിക്കും, നമ്മൾ എത്രയോ ആൾക്കാരെ സഹായിക്കുന്നു. അപ്പോൾ അതിന് അങ്ങനെയൊക്കെയുള്ള സഹായത്തിൻ്റെ അതെനിക്കൊന്നും പത്രമാധ്യമങ്ങൾക്കിടയിൽ അതുണ്ട്, പത്രത്തിലുണ്ട്. പത്രത്തിൽ അവർ വൈകിട്ട് ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്യും, ഒരു പ്രോബ്ലം ഇല്ല. അവർ കാര്യങ്ങളൊക്കെ പറയും. എന്നും പറഞ്ഞാൽ അവിടെ ബിസിനസ് സീക്രട്ട് ഇല്ലേ, ഉണ്ടല്ലോ. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഒന്നാമത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ അകത്തും ഈ മാനേജ്മെൻറ്റിൻ്റെ രഹസ്യങ്ങൾ അറിയാവുന്ന താഴെക്കിടയിലുള്ള ആൾക്കാർ കുറവാണ്. കാരണം മാനേജ്മെൻറ്റ് ഒന്നും വിട്ടുകൊടുക്കത്തില്ലല്ലോ. നമ്മുടെ ചായ അടിക്കുന്ന ആൾക്കാർ കോഫി മാൻ അറിയാമെന്നല്ലാതെ അത് നമ്മൾ വേറൊരു സ്റ്റൈൽ നമ്മൾ കൊണ്ടുവന്നത്. ഒരുപക്ഷെ ഇതൊരു മോഡലാണെങ്കിലും ഇത് മോഡൽ ചെയ്യാൻ പാടില്ല. കാര്യം ഒരു കോർപ്പറേറ്റ് കൾച്ചർ വേണം എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ചിലപ്പോൾ എന്താ പറയുക, നമ്മുടെ ആൾക്കാർ സീരിയസ് ആയി എടുക്കത്തില്ല. നമ്മളിപ്പോൾ വളിപ്പൊക്കെ അടിച്ച് കൂടെ നടക്കുമ്പോഴേ നമ്മൾ പറയുന്ന ചിലപ്പം മറ്റോ ഗൗരവമായിട്ട് എടുക്കത്തില്ല, കേട്ടുകൊണ്ട് പോകത്തേ ഉള്ളൂ. അങ്ങനെ ചില പിഴവുകൾ ഇതിന് പറ്റും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ. പക്ഷേ ഞാനിത് രണ്ടും ചെയ്യും. ഞാൻ ടഫ് സ്റ്റാൻഡ് എടുക്കേണ്ടിടത്ത് ഞാൻ ടഫ് സ്റ്റാൻഡ് എടുക്കും. ഒരു എംപ്ലോയിയോട് ഞാൻ അപ്രിയമായ ഒരു സത്യം പറയുമ്പോഴേ ചിലപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിലൊക്കെ ഒരു ദിവസം ഞാൻ ജോയിൻ ചെയ്തതിൻ്റെ അന്നോ അതിൻ്റെ പിറ്റേന്നോ 3 വരെ ഒന്നിച്ച് സസ്പെൻഡ് ചെയ്തു.
അപ്പം ഒരാൾ ഞെട്ടിപ്പോയി, നമ്മൾ തമ്മിൽ അവതാരകന് ഇത്രയും കപ്പാസിറ്റി ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു കസേര വന്ന് ഇരുന്ന് കഴിഞ്ഞു, അപ്രിയമായ തീരുമാനങ്ങൾ എടുക്കാൻ കൂടിയാണ് എന്നെ ഈ കസേര ഇരുത്തിയിരിക്കുന്നത്, അപ്പോൾ ഞാൻ എടുക്കും. അവന്മാർ കാണിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല, അവരങ്ങ് തിരിച്ചെടുക്കുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ. പക്ഷേ ഒരാഴ്ച ഞാൻ അവരെ പുറത്ത് നിർത്തി. അപ്പോൾ അത് ചിലപ്പോൾ പ്രൊഫഷണലിസവും അതിൻ്റെ പ്രൊഫഷണൽ ആയിരിക്കണം. നമ്മൾ ഇതിനകത്ത് എന്താ പറയുക മനീഷ്, നമ്മൾ ഈ വളിപ്പടിക്കുന്നവർക്കുള്ള ആൾക്കാർ കൽപ്പിച്ചു കൂട്ടുന്ന ഒരു ബ്രാൻഡായത് കേട്ടോ. അത് നമ്മളൊട്ടും സീരിയസ് അല്ല. പക്ഷേ നമ്മൾ അറിയേണ്ടത് ഈ വളിപ്പടിക്കുന്നവർ ഉള്ളിൽ ഭയങ്കര പ്രൊഫഷണൽ ആയിരിക്കും. അവർ ഇപ്പം സുരാജ് വെഞ്ഞാറമ്മൂട് സിനിമ പ്രൊഡ്യൂസ് തുടങ്ങി, ചിലപ്പോൾ ഉഗ്രം പ്രൊഡ്യൂസർ ആയിരിക്കും കേട്ടോ. കാര്യം പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും പുള്ളി ഉള്ളിലുണ്ടാവും. ഈ ശൈലി പ്രൊഫഷണൽ. അപ്പോൾ അത് അതെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആൾക്കാർ ധരിക്കുന്നത് നമ്മൾ മുൻവിധി അങ്ങ് ചാർത്തി കൊടുക്കുക, ഇയാൾ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ഈ ചില ആളുകളൊക്കെ എന്ന് എഴുതിയൊക്കെ ചെയ്തു, നിങ്ങൾ പറഞ്ഞ അതേ സംശയം കൊണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംഭവം, ഞാൻ SLC പാസ്സായ ആളാന്ന് പോലും അറിയത്തില്ല ഇയാൾക്ക്, ഈ എഴുതുന്ന ആളിന്. SLC ഒക്കെ പാസ്സായിട്ടുണ്ട് കേട്ടോ ശരിക്കും. അപ്പോൾ ഇയാൾ അറിയുന്നില്ല, ഇയാൾ നമ്മുടെ ബയോഡാറ്റ പഠിച്ചിട്ടില്ല. നമ്മളെങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ തമ്മിൽ ചെയ്യുമ്പോൾ നമ്മൾ തമ്മിൽ പുറത്തുനിന്ന് ഹയർ ചെയ്ത ഒരു അവതാരകൻ നമ്മളന്ന് ചെയ്യുന്നറിയോ, 4 സബ്ജക്റ്റ് നമ്മൾ എടുക്കും ഒരു മാസം. അതിലൊരു സബ്ജക്റ്റ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അപ്പം ഞാൻ ശരിക്കും കറണ്ട് അഫയേഴ്സ് കൃത്യമായി ഫോളോ ചെയ്തിട്ടുള്ള ആളാണ്. കാര്യം ഞാൻ എന്നും ഈ പ്രോഗ്രാമിലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് കുറേ പത്രങ്ങൾ വായിച്ച്, എഡിറ്റർ പ്രിൻ്റഡ് വരെ വായിച്ചു പോയി കാര്യങ്ങൾ, അതിൽ നിന്നാണ് നമ്മൾ സബ്ജക്റ്റൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ. അപ്പോൾ ആ ബയോഡാറ്റ ഇയാൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇയാൾ പറയുന്നത്, ഇയാൾ എവിടെയോ നിന്നിട്ട് എടുത്തെറിഞ്ഞതുപോലെ 24-ൻ്റെ വാർത്താമുറിയിൽ നിൽക്കുന്നു ചീഫ് എഡിറ്ററായി. എന്താ ദിശമേ, ദൈവത്തിന് സ്നേഹം എത്ര ഭയങ്കരമേ നമ്മളും പറയും. ഈ എപ്പോഴും ടെലിവിഷനെ കുറിച്ച് പറയുമ്പോൾ ടെലിവിഷൻ്റെ നിലവാര തകർച്ച എന്ന് എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയോഗം ഈ കോഴിപ്പോര് പോലെ അന്തിച്ചർച്ച മാറുന്നു. അവിടെ ഈ പറയുന്ന എന്നോ കണ്ട അതേ മനുഷ്യർ വന്നിട്ട് എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ 24-ൻ്റെ മുന്നേറ്റത്തിൽ ഒന്നാമതെത്തതിൽ അതിനെ കുറച്ചെങ്കിലും പൊളിച്ചു കളയാൻ നോക്കി. ഒരു അന്തിച്ചർച്ചയുടെ ഒരു ടിപ്പിക്കൽ ഫോർമാറ്റിനെ ഏറെ പറ്റാവുന്നത്ര പൊളിച്ചു കളയാൻ നോക്കി. എന്നാൽ പോലും 24-ഉം ഈ വിമർശനം നേരിടുന്നുണ്ട് ഈ പറഞ്ഞ അന്തിച്ചർച്ചയുടെ കാര്യത്തിൽ. അതിനെക്കുറിച്ചുള്ളൊരു ഞാൻ ശരിക്കും ഉണ്ടല്ലോ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, ഞാനത് ഇന്നല്ലെങ്കിൽ നാളെ അത് കൊണ്ടുവരും. നമ്മുടെ ഈ ചർച്ചകളുടെ രീതി മാറണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഒരു ബോക്സിനകത്താക്കി 6 പേര് ഇന്ന് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, ഒരു അവതാരകനും പിന്നെ 5 പേരും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് ബോറാവും ആൾക്കാർക്ക്. ഒരേ ആളിരുന്ന് ഒരേ കാര്യം എന്ന് വെച്ചാൽ ഇവർ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഇവർ അറിയുന്നില്ല. നമ്മളിതിനകത്ത് ഒരുപാട് കാലം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം റിപ്പീറ്റേഷൻ ആണല്ലോ. ഈ ആവർത്തന വിരസത ജനങ്ങളെ തളർത്തുന്നുണ്ടാവും. അപ്പോൾ ഇവർ അടിച്ചു നോക്കുമ്പോൾ ഇന്നും അങ്ങനെ ഇരിപ്പുണ്ടോ, ഉടനെ അടിച്ചു നോക്കി ആൾക്കാരൊന്നും. ഈ വാർത്താ ചാനലിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ റിമോട്ടിൽ നിന്ന് വിരലെടുക്കുന്നില്ല, ഒരു തത്തി കളിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ചാനലും പോയി നോക്കും അവിടെയൊക്കെ എന്തുവാ നടക്കുന്നതെന്നുള്ളത്, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു ചാനലിൽ വന്ന് നിൽക്കും. അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സത്യത്തിൽ ഞാൻ സംതൃപ്തനല്ല ആ കാര്യത്തിൽ. ഞാൻ ഈ യഥാർത്ഥത്തിൽ ഒരു വേറൊരു ഫോർമാറ്റ് നമ്മൾ ഈയിടയ്ക്ക് പരീക്ഷിച്ചപ്പോൾ എന്താ പറയുക കുഴപ്പം, ഈ ഗസ്റ്റുകളൊന്നും ഇപ്പോൾ സ്റ്റുഡിയോയ്ക്കുള്ളിലേക്ക് വരത്തില്ല. ഗസ്റ്റുകൾ വീട്ടിൽ നിന്ന് സൂചിച്ച് പഠിച്ചു പോയി, കട്ടൻ കാപ്പിയൊക്കെ അടിച്ച്. കാര്യം ഇവരെ തിരക്കി. അങ്ങനെ ഈയിടയ്ക്ക് ഒരു കക്ഷി ചെയ്ത് കേൾക്കണോ, അതായത് ഇയാളെ വിളിക്കാത്തൊരു വാർത്താ ചാനലിൽ നിന്ന് അയാളെ ഇങ്ങനെ ഈ സംവാദത്തിലേക്ക് വിളിച്ചു. അയാളോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഇപ്പം നിൽക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഇയാൾ ശരിക്കും കോതമംഗലത്ത് നിൽക്കുക. അയാൾ ഞാൻ അടിമാലി നിൽക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വണ്ടി അയക്കാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടിമാലിലോട്ട് അയച്ചോളൂ. എന്നിട്ട് ഇയാൾ വണ്ടി പിടിച്ച് അടിമാലിക്ക് പോയി. ഇവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി മാത്രം അയാൾ അടിമാലി പോയി. ശരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കും. ഈ സുഖം പറ്റിയ ആളുകൾ ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പൊളിറ്റീഷ്യൻസ് മാത്രം പങ്കെടുക്കുന്ന ഒരു സംവാദ സായാഹ്നം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ പ്രേക്ഷകർക്ക് അത്ര പ്രിയങ്കരമല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചർവിത ചർവണം ചെയ്ത വിഷയത്തിലാണ് ഈ ആളുകൾ കിടന്നുറങ്ങുന്നത്. ഞാനതിൽ തൃപ്തനല്ല. പക്ഷെ ഞാൻ പരിമിത ഒരേ പല ദിവസവും വിഷയം കാണത്തില്ല. അപ്പോൾ UN ഈസ് എൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നൊക്കെ ചർച്ച ചെയ്ത് കളയും. അപ്പോൾ ഇത് ആളുകൾക്ക് മടുക്കും. ഇപ്പോൾ ഞാനതിന് ഇങ്ങനൊരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക, എങ്ങനെയാണ് ഇത് മാറ്റിമറിക്കേണ്ടത്. കാരണം അതിനകത്തൊരു പൊളിച്ചെടുത്ത് അത്യാവശ്യമാണ്. താങ്കൾ ഓർപ്പിച്ച നന്നായി, ഇനി കുറച്ചുകൂടെ വേഗം കിട്ടും. ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പം ഒരു ഘട്ടത്തിൽ ഈ 24-ൽ ഒരു റിപ്പോർട്ടറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേസ് വന്ന സമയത്ത് ഞങ്ങൾ ഒന്നടങ്കം ജയിലിൽ പോകാൻ. അപ്പം എപ്പോഴും ഈ ഒരു പ്രതിപക്ഷ സ്വഭാവം ഉണ്ടല്ലോ ഈ പറയുന്ന മാധ്യമ പ്രവർത്തനത്തിന്. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളായിട്ടുള്ള വ്യക്തിബന്ധം എന്നാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഇപ്പം നായനാരുമായിട്ടുള്ള കാര്യം പറഞ്ഞു. ശരിക്കും അന്ന് കരുണാകരനുണ്ട്, AK ആൻ്റണി ഉണ്ട്,
VS അച്യുതാനന്ദനുണ്ട്, പിണറായി വിജയനുണ്ട്. ഇവരൊക്കെയായിട്ട് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ വിഷയാധിഷ്ഠിതമായിട്ടുള്ള വിമർശനവും ചർച്ചകളും പ്രതിപക്ഷ സ്വഭാവം ഉണ്ടാവും. വ്യക്തിബന്ധങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അല്ല, ഞാൻ ഇവരോട് വളരെ ഞാൻ ഉമ്മൻചാണ്ടിയുടെ അയലത്താണ് താമസിച്ചിരുന്നത്. അതുപോലെ പിണറായി വിജയനെ ഞാൻ വിജയേട്ടാന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. അതുപോലെ VS ഞാൻ പ്രോഗ്രാമിൽ ജനകീയ കോടതിയിൽ കൊണ്ടുവന്ന് വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം EK നായനാർ പ്രോഗ്രാമിൽ വന്നു, AK ആന്റണി വന്നിട്ടുണ്ട്, ഇവരെല്ലാം. പക്ഷേ ഇവരോടെല്ലാം വ്യക്തിപരമായ ബഹുമാനം നിലനിർത്തുമ്പോൾ തന്നെ ഞാനൊരു മാധ്യമപ്രവർത്തകൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി ഒരു ആഗ്രഹവും പാലിക്കും. ഞാൻ അനാവശ്യമായി കേസിട്ട് വിളിക്കാറില്ല, പറയാറില്ല, ശുപാർശകൾക്ക് പോകാറില്ല. പരമാവധി എനിക്കൊന്ന് ഞാൻ ഈ വിജയേട്ടൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു തവണ മാത്രമേ അദ്ദേഹത്തെ അടുത്ത് പോയി കണ്ട് സംസാരിച്ചു. കാരണം ഞാൻ എപ്പോഴും ഈ ഡിസിഷൻസ് നമുക്ക് നല്ലതാണ്. കാരണം ഇവർക്ക് പക്ഷേ നമ്മളിന്നൊരു ആഗ്രഹം തോന്നത്തില്ല. കാര്യം നമ്മൾ സ്ക്രീനിലുണ്ടല്ലോ, സ്ക്രീനിൽ കാണുന്നുണ്ട്, ഇവരെ എപ്പോഴും കാണുന്നു എന്നൊരു തോന്നലാണ് ഇവർക്കുള്ളത്. പക്ഷെ നമ്മളവരെ കാണുന്നില്ല. ഇവരുമായിട്ടൊരു ലാവണ്യപരമായ അകലം പാലിക്കുന്നതാണ് നമ്മുടെ തടിക്ക് നല്ലത്. എപ്പോഴും എനിക്കങ്ങനെ തോന്നില്ല. കാര്യം ഒരു അപ്രിയമായ കാര്യം പറയാൻ എന്നെ സംബന്ധിച്ചോളം ഈ വിനീത എന്ന് പറയുന്ന പെൺകുട്ടിയോട് കാണിച്ചത് വളരെ വിവരക്കേടാ. മാത്രമല്ല, ഒരു റബ്ബർ ഷൂ എറിഞ്ഞൊരു മുഖ്യമന്ത്രി കൊല്ലാൻ ഒരു പെൺകുട്ടി തീരുമാനിക്കും എന്നുള്ള രീതിയിൽ പോലീസ് ഒരു FIR ഉണ്ടാക്കി. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വ്യാഖ്യാനം മാത്രമല്ല. ലോകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഒരാളെയും റബ്ബർ ഷൂ എറിഞ്ഞ് കൊലപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കേരള പോലീസിലെ ആരോ ഒരാൾക്ക് ഈ താല്പര്യം തോന്നിയിട്ട് ചെയ്തു വെച്ചാണ്. അതേപോലെ ആയിരുന്നു നമ്മുടെ മറ്റൊരു പ്രാദേശിക റിപ്പോർട്ടറെ, അതിരപ്പള്ളി റിപ്പോർട്ടറോട് ഇവർ കാണിച്ചത്. മനസ്സിലായി? അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിരപ്പള്ളി റിപ്പോർട്ടർ ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും. അത് കണ്ണിൽ കരടായി വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക്. അവർ പക്ഷേ അതിൽ അയാളുടെ കൂടെ തന്നെ നിന്നു. അപ്പോൾ ഞാൻ വിനീത ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ പറയുക, നമ്മൾ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ജേർണലിസ്റ്റ് ആവാൻ ശ്രമിച്ചാൽ നിങ്ങൾ കോടീശ്വരൻ ആവാൻ പോകുന്നില്ല. കഷ്ടിച്ച് പുട്ടടിച്ച് പോവാം ജീവിതത്തിൽ. പെണ്ണും മക്കളെയൊക്കെ കെട്ടിച്ചേക്കേണ്ടി വരുമ്പോൾ വലിയ പാടുപെടുകയും ചെയ്യും. പിന്നെ നിങ്ങൾ എപ്പോഴും തീരുമാനിക്കേണ്ടത് ഇതൊരു മത്തയല്ല. ചിലപ്പോൾ 2 ദിവസം പൂജപ്പുര പോയി കിടക്കേണ്ടി വരും. അതിന് തയ്യാറാവണം. നഗരത്തിൽ ഇറങ്ങി ഒരു പോലീസിലാത്ത ഒരു അടി കിട്ടാൻ സാധ്യതയുണ്ട്, വല്ലവനും വന്ന് കത്തിക്ക് കുത്താൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അനുഭവിക്കാനും കൂടെ നമുക്കൊരു ധൈര്യം നമ്മൾ അവലംബിച്ചില്ലെങ്കിൽ നിങ്ങളൊരു ഭീരുവായ പത്രപ്രവർത്തകനായി പോകും. ഞാൻ പച്ചയായിട്ട് പറഞ്ഞതാണല്ലോ. എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഹൈക്കോടതി ജഡ്ജി ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അസാമാന്യമായ ധൈര്യത്തിലാണ് നിങ്ങളോട് എനിക്ക് ബഹുമാനം തോന്നിയെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഈ ക്യാപ്സൂൾ ഇതങ്ങനെ ഷെയർ ചെയ്ത് 2 അയച്ചു കൊടുത്തു. ഞാൻ വിചാരിച്ചു അദ്ദേഹം ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചപ്പോൾ അങ്ങ് വിളിക്കുമെന്ന്. കോടതിയല്ലേ, ഇരിക്കുന്നിടം കോടതിയാണല്ലോ, അദ്ദേഹത്തിന് എന്തുകൊണ്ടും ചെയ്യല്ലോ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു. അപ്പോൾ ഇത് ഒരുപാട് പേര് അത് സ്വാധീനിച്ചിട്ടുണ്ട് നമ്മളുടെ അടുത്തൊരു നിലപാട്. ടീമിലുണ്ടാക്കുന്ന ഒരു ഇപ്പം നമ്മളൊരു പ്രാദേശിക ലേഖനം ഞാൻ മനുഷ്യന് അറിയാം, ഒരു TV ചാനൽ എത്രമാത്രം പറയണേ, ഒരു കോൺട്രാക്ട് വേഴ്സിൽ കഴിയുന്നത്. പക്ഷേ അയാളെ നമ്മുടെ ഒരു ഫുൾ ടൈം റിപ്പോർട്ടറിന് കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ ഈ എസ്റ്റാബ്ലിഷോട് ഫൈറ്റ് ചെയ്തത്. കാര്യം അയാളുടെ മുമ്പിൽ ഒരു മെറിറ്റ് ഉണ്ട്. ആ മെറിറ്റിനെയാണ് ഇവർ ഇങ്ങനെ പിടിച്ച് ഒലിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അറിയാം, ഞാൻ ചില അധികാരികളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം 18 മണിക്കൂർ ജോലി എടുക്കുന്ന ആളാണ്, 18 hours. അപ്പോൾ ഈ 18 മണിക്കൂർ ജോലി എടുത്ത് അല്ലേ നമ്മൾ അന്നം കണ്ടെത്തുന്നത്. നമ്മളെന്തിനാ ഒരാളുടെ പിന്നെ മുമ്പിൽ പോയി കുനിയുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഇയാളുടെ ഔദാര്യത്തിലല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇയാൾക്ക് അപ്രിയമായി തോന്നുന്ന കാര്യം പറയാം. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, നമ്മൾ എത്ര ഉയരത്തിലുള്ള ആൾ രാഷ്ട്രീയ നേതാവായാലും നമുക്കൊരു അപ്രിയമായി തോന്നലുണ്ടെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി പറയണം. കാരണം അത് നമ്മൾ പറയാതിരിക്കുന്ന എപ്പോഴാണ് ഇയാളെ കൊണ്ട് വല്ല കാര്യവും സാധിക്കാന്നുള്ളത്. നമുക്കത് വേണ്ടാന്ന് തീരുമാനിച്ചാൽ നമുക്കൊരു ഇഷ്യൂ അല്ല. എനിക്ക് 40 കൊല്ലമായപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ നേതാക്കന്മാർ നമ്മളെ പേടിച്ചൊന്നുമല്ല നടക്കുന്നത്. പക്ഷേ അതേസമയം നമ്മൾ ഈ നേതാക്കന്മാരോട് പറയണം. അതേസമയം എനിക്ക് രാഷ്ട്രീയ ലോകത്തോടുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്നറിയാമോ, നമുക്ക് ഈ നേതാക്കന്മാരെ എത്ര വേണം വിമർശിക്കാം, ഒരേ ഭിത്തിയിൽ ഒട്ടിക്കാം. മോർണിംഗ് ഷോയിൽ നിന്ന് മിസ്റ്റർ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ബാക്കിയും കുറയാം. അതേസമയം നമ്മൾ സിനിമയിലെ ഒരാളെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഈ സഹിഷ്ണുതയില്ല, ഭയങ്കര പ്രശ്നമാണ്. ഇത്രയും രാഷ്ട്രീയ സഹിഷ്ണുതയുള്ള ഒരു ജനവിഭാഗം രാഷ്ട്രീയക്കാർ മാത്രമേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും അവർ കേട്ടോണ്ടിരിക്കും. പിന്നെ കാണുമ്പോൾ അല്ലൊന്നും വെച്ചിരിക്കും, ബഹിഷ്കരിച്ചാലും പിന്നെ കാണുമ്പോൾ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിലവരെ ബഹുമാനിക്കണം. പക്ഷേ മറ്റുള്ള ഏത് മേഖലയാണെങ്കിലും നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇവരറിയും. സിനിമ പ്രത്യേകിച്ച് പ്രത്യേകിച്ചും ഒട്ടുമില്ല, സഹിഷ്ണുതയില്ല, തീരെയില്ല അവർക്ക്. അവർ വേറെ എന്തോ ലോകത്ത് ഇറങ്ങിയവരെ ചൊവ്വാഗ്രഹത്തിൽ വന്നവരോ കൂട്ടി പെരുമാറിക്കളഞ്ഞു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലാസ്റ്റ് ലോക്സഭാ ഇലക്ഷൻ്റെയൊക്കെ ശേഷമുള്ള വോട്ടെടുപ്പൊക്കെ വന്ന സമയത്ത് ശരിക്കൊരു പ്രതിപക്ഷ സ്വഭാവത്തിലൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മാധ്യമങ്ങളൊക്കെ വളരെ കനപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു സമയത്ത് പിന്നെ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട സമയത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു അനുപാതത്തിന് തെറ്റലിനെ കുറിച്ച് എപ്പോഴും ആളുകൾ പറയാറുണ്ട്. ഒരു വർഷം നടത്തുന്ന മൊത്തം ടെലിവിഷൻ ചർച്ച വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ വിമർശിക്കാനും കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം വരുമ്പോൾ ചാനലിൻ്റെ ലൈസൻസിനെ ബാധിക്കുമോ എന്നൊക്കെ പറഞ്ഞ് എല്ലാ ചാനലുകളും ഒരു
ഉൾഭീതിയിലാണ് പ്രവർത്തിച്ചത്, ഉൾവലിയലുണ്ടായിരുന്നു എന്നുള്ളത് അക്കാര്യത്തിൽ? അല്ല, നമ്മളിപ്പം ഈ അടുത്തിടയ്ക്കാണ് നമ്മുടെ ലൈസൻസ് പോയിരിക്കുന്നത്. നമുക്കൊരു പ്രശ്നവും വന്നിട്ടില്ല. അങ്ങനെ ഒരു ഇടപെടലോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ സംസ്ഥാന സർക്കാരിൽ ആരും നമ്മുടെ ലൈഫിലൊന്നും കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഇടപെടലൊന്നും. അപ്പം പിന്നെ നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കൊലപാതകയെക്കുറിച്ച് നമ്മളൊരു സ്റ്റോറി കൊടുക്കുമ്പോഴും ആ കൊലപാതകയ്ക്ക് ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ, നമ്മളത് എടുക്കാൻ പലപ്പോഴും തയ്യാറാവില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കേട്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരുന്നതായിരിക്കും പലപ്പോഴും. അത് പറഞ്ഞു തരുന്നത് കേട്ടത് മുഖവിലേക്ക് വിശ്വസിച്ച് നമ്മൾ വാർത്തയും കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ വെടികൊണ്ട് വീഴുന്ന ആളുണ്ടല്ലോ, അയാൾക്കൊരു അഭിപ്രായം ഉണ്ടെന്നുള്ളത് നമ്മൾ എടുക്കുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നമ്മുടെ 24 എങ്ങനെയായിരിക്കണം ഇതിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്നാലോചിച്ചപ്പോൾ നമ്മൾ കണ്ടെത്തിയൊരു വഴി എന്നറിയോ, അതായത് ഈ ഓരോ പാർട്ടിക്കാരെയും സപ്പോർട്ട് ചെയ്യുന്ന വാർത്താ ചാനലിവിടെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ചാനലുണ്ട്. ഇനി അവർക്ക് ഒന്നും കൂടെ ഒരു ചാനലും കൂടെ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഉള്ളത് ഒരു ന്യൂട്രൽ സ്പേസാണ്, ഒരു പോസിറ്റീവ് ന്യൂട്രലിസം എന്ന് ഞാൻ പ്രയോഗിക്കും. ആ ന്യൂട്രലായിട്ട് നിൽക്കുക. ചില സമയത്തൊക്കെ ഇടതുപക്ഷത്തേക്ക് ചായുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതികൾ വന്ന സമയത്തുണ്ട്. ഞാൻ പക്ഷേ അപ്പോഴൊക്കെ നിശ്ചിതമായ നിലപാടെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ സ്ട്രെയിറ്റ് പോവുക, ലെഫ്റ്റിലും ഇല്ല റൈറ്റിലും ഇല്ല, നമ്മൾ നേരെ പോവുക. അപ്പോൾ നമ്മളിപ്പം ഏതെങ്കിലും പക്ഷത്തേക്ക് ചാഞ്ഞു എന്ന് ആരും പറയത്തില്ല. അപ്പോൾ എൻ്റെ അടുത്തൊരു ഒരു നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു BJP നേതാവ് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഇലക്ഷനിൽ നമ്മളോടൊന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ സ്റ്റാൻഡ് അതല്ല, നിങ്ങളുടെ വോട്ട് ഷെയർ അനുസരിച്ച് നിങ്ങൾക്ക് കവറേജൊക്കെ കിട്ടും, അല്ല നിങ്ങളുടെ പക്ഷത്തേക്ക് പ്രാതിനിധ്യം ഉണ്ടാവും, അല്ല നിങ്ങളുടെ പക്ഷത്തേക്ക് നമ്മൾ ചായുന്ന പ്രശ്നമില്ല, നമ്മൾ ന്യൂട്രലായിട്ടേ പോകും. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ന്യൂട്രലായിട്ട് പോകണമെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും കൂടാരത്തിലേക്ക് കയറും, അങ്ങനെ കയറരുത്. ഇല്ലല്ല, അങ്ങനെ കയറത്തില്ല എന്ന് പറഞ്ഞു. ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തെ വീണ്ടും കണ്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു, സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു നിലപാട് നമുക്കുണ്ട്. നമ്മളിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേസമയം ചില ഈ കയറി വരേണ്ട ചില മെറിറ്റോറിയസ് ആയിട്ടുള്ള ചില പൊളിറ്റീഷ്യൻസിനെ ഈ ആൾക്കാർ ചവിട്ടി താഴ്ത്തുന്ന കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ തെരഞ്ഞു പിടിച്ച് പൊക്കിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നൊരു പ്രക്ഷേപണത്തിലൊരു ശത്രു ഉണ്ടാകുന്നു എന്ന് നമ്മൾ വലിയ രീതിയിൽ പരിഗണിക്കേണ്ടതായിട്ട് തോന്നുന്നു. അതിൻ്റെ കൂടെ ഉള്ളതാണ്, ഒരു ഉപോൽപ്പന്നം പോലെ ഇത് വരും. കാര്യം ഇത് ആരുടെയെങ്കിലും പുറത്തായിരിക്കുമല്ലോ നമ്മൾ കയറുന്നത്. അത് ഗുണമായാലും ദോഷമായാലും ആരെങ്കിലുമൊക്കെ ശത്രുക്കളുണ്ടാവും. പോലീസ് കേസ് ഇപ്പോൾ ഇഷ്ടംപോലെ കേസുണ്ട്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 കൊല്ലം പറയാനുള്ള കേസുണ്ട്. ഇത്രയുണ്ട്. ഈ റിട്ടയർ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് ഭയങ്കര പാഷനേറ്റ് ആണ്. കഴിഞ്ഞു അല്ല, ഇപ്പം SKN എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. അതിൻ്റെ പേരിൽ 2 പ്ലാറ്റ്ഫോമുകൾ, അത് രണ്ടും രൂപകൽപ്പന ചെയ്ത് നടപ്പാക്കി വിജയിച്ച ആളാണ് ചെറിയ കാലഘട്ടത്തിൽ. 24 ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും. ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള ഇത് ആലോചിക്കുന്ന സമയത്ത് ഇപ്പം എല്ലായിടത്തും ഒരു സ്ഥാപനം എന്നുള്ള സങ്കല്പം ഒരു കൺസെപ്റ്റിലാണല്ലോ ഇരിക്കുക. ഇപ്പം SKN ഒരു കുറച്ചു കാലം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രെയിമിൽ നിന്ന് മാറി നിന്നാൽ കൂടി 24 ഇതേ രീതിയിൽ ഇതേ ഊർജ്ജത്തിൽ മുന്നോട്ട് പോകും എന്താ പറയുക. ഇപ്പം നമ്മൾ ഈ കുറച്ച് ദിവസം ആൾക്കാർ കാണാൻ ഇവിടെ പോയി SKN എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതിന് അടിയിലൊരു കോർപ്പറേറ്റ് സ്ട്രക്ചറുണ്ട്. കാര്യം അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്നൊരു ഡാമേജ് ഉണ്ടാകും. കുറച്ച് ദിവസം നിൽക്കുമായിരിക്കും, കുറച്ച് ദിവസം ആൾക്കാർ ഒരു വാക്വം ഫീൽ ചെയ്തു എന്നൊക്കെ പറയും. പക്ഷേ ഇത് ആരിലും വന്നും ഫീൽ ചെയ്യുന്നതാണല്ലോ ചരിത്രം. നമ്മളിപ്പോൾ ഏതോ ഒരുവനെ ഞാൻ കാത്തിരിക്കുക, അവൻ വരും, അവനെ കാത്തിരിക്കുക, അവൻ വരും. മാത്രമല്ല എനിക്കുള്ള ഏറ്റവും ഭാഗ്യം ഉണ്ടായ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിപ്പം കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട്, കുറച്ച് നമ്പർ. ഇപ്പോൾ ഗോകുലം ഗോപാലേട്ടനാണ്, പിന്നൊരു മിസ്റ്റർ ആലിംഗലം മുഹമ്മദുണ്ട്, ഡോക്ടർ വിദ്യാ വിനോദുണ്ട്, അതുപോലെ ഡോക്ടർ ഗോവിന്ദൻ സാറുണ്ട്, പിന്നെ സതീഷ് പിള്ളയുണ്ട്, ഡേവിസ് ഇടക്കളത്തുന്ന ഒരാളുണ്ട്. അപ്പോൾ ഇവർ ഡോക്ടർ വിദ്യാ വിനോദ്, ഈ 6 പേരാണ് നമ്മുടെ ബോർഡിലുള്ളത്. ഇവർ ശരിക്കും എനിക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യം ലോകത്തൊരു മാനേജിങ് ഡയറക്ടർ കിട്ടി കാണുന്നത്. എൻ്റെ സ്വന്തം സ്ഥാപനം പോലെ, എൻ്റെ വീട്ടുകാരെയും പോലെ ഞാൻ കൊണ്ടു നടക്കുക. അപ്പോൾ അതുകൊണ്ട് അതാണ് ഒരുപക്ഷെ എനിക്ക് ഇത്രയും ഞാൻ എൻ്റെ എന്ത് ഭ്രാന്ത് പരീക്ഷിക്കുന്നതിനും അവർ തടസ്സമല്ല. അവരുടെ പണം കുറച്ച് നഷ്ടപ്പെട്ടാലും ഭ്രാന്തുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാൻ പറയും. അത് അവരെടുത്തിട്ടുള്ള ഒരു വാത്സല്യമാണ് എന്നോട് കാണുക. ഒരുപക്ഷെ എന്നിലുള്ള വിശ്വാസമായിരിക്കാം, ഒരു കോൺഫിഡൻസ് ആയിരിക്കാം. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് ആയിരിക്കാം അതേസമയം എതിർത്ത് നിന്നിരുന്നെങ്കിൽ എനിക്ക് പലതും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ കുറച്ചുകൂടെ ഒരു വലിയ സങ്കല്പത്തിലാണ് നടക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷയിലും വാർത്താ ചാനൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റിൽ തമിഴ് ആരംഭിക്കും, അത് കഴിഞ്ഞാൽ തെലുങ്ക് കൊണ്ടുവരും. 24 തമിഴ്, 24 തെലുഗു, 24 കന്നഡ. അതുപോലെ നമ്മൾ യൂട്യൂബിൽ ഒരു കിഡ്സ് ചാനൽ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അതുപോലെ OTT പ്ലാറ്റ്ഫോം വരുന്നത് വലിയൊരു എക്സ്പാൻഷന് വേണ്ടി നമ്മളിപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ നമ്മുടെ അക്കാഡമി ഒരു കോളേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മൾ വലിയൊരു അതുപോലെ നമ്മുടെ ഈവൻറ്റ്സ് ആൻഡ് എക്സ്പോ ഒക്കെ എല്ലാ മാസവും ഇനി സംഭവിക്കാൻ പോകുക. നമ്മൾ ഈ വർഷം ഒരു വലിയ എക്സ്പാൻഷനിലേക്ക് പോകും. ഇതെല്ലാം ഈ ഡയറക്ടേഴ്സിൻ്റെ ഒരു പിൻബലം എനിക്കുണ്ട്. കാരണം അവർക്കൊന്നും ഇതിൽ നിന്ന് 10 പൈസ എടുത്ത് റേഷനിൽ വാങ്ങിക്കേണ്ട ആൾക്കാരല്ല. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അല്ല എല്ലാ ആഴ്ചയും വന്ന് ചോദിക്കില്ലേ വരുമാനം എവിടെയെന്ന് ചോദിക്കും. ഇവരിത് ചോദിക്കുന്നില്ല. കാരണം അവരിത് സ്ഥാപനം നന്നായി പോകുന്നു,
എന്നതാണ് അവരുടെ പുറത്തിറങ്ങി പറഞ്ഞാൽ ഞാൻ 24 എന്നാണ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് എന്നാണ് പറയുമ്പോൾ അവർക്ക് ഒരു റെസ്പെക്റ്റ് അവിടെ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് അവരതിൻ്റെ ഒരു വരുമാനമായിട്ട് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ള ലാംഗ്വേജിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ അത് ഒരുപക്ഷെ ഈ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂസ് ചാനൽസ് എന്ന് 24 അറിയപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ലാസ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് ചാനൽ യൂട്യൂബിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. മലയാളികളൊക്കെ അക്രോസ് വേൾഡിൽ പോയിട്ടുണ്ടല്ലോ. ഈ 4 ചാനൽ പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇംഗ്ലീഷ് ചാനൽ തുടങ്ങുക യൂട്യൂബിൽ. അത് യൂട്യൂബിലുള്ള കളിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു സ്ട്രാറ്റജി നോക്കിക്കൊണ്ടിരിക്കുക. വലിയൊരു എക്സ്പാൻഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ബോർഡിലൊക്കെ അങ്ങനെ വലിയ ചർച്ചയൊക്കെ വന്നു. ഡയറക്ടേഴ്സൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തു. ഈ ഗോയ കട്ട് എന്നുള്ള ഒരു സിഗ്നൽ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി കാര്യം മനീഷിന് കുറച്ച് കഴിയുമ്പം അന്ത അറുമയാണ് തമിഴിലെ എന്നെ കാണാൻ തമിഴിൽ കൂടി എനിക്കൊരു തമാശ ഉണ്ടായി. ഞാൻ നാഗർകോവിലിലെ FM സ്റ്റേഷനിലെ ഡയറക്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ദിനത്തന്തി എന്ന് പറഞ്ഞൊരു തമിഴ് പത്രത്തിൽ എനിക്കെതിരായിട്ട് ഒരു എഡിറ്റോറിയൽ വന്നു. അപ്പോൾ ഏക്കുണർ ശരിയല്ല എന്നാണ് അതിന് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏക്കുണർ തമിഴിൽ എന്തോ ചീത്ത വിളിച്ചിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും ഒരു എഡിറ്റോറിയലൊക്കെ എങ്ങനെ ചീത്ത വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അറിഞ്ഞ ഡയറക്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡയറക്ടർ ശരിയല്ലേ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരിക്കൽ തമിഴിലെ ഒരു ചാനൽ മേധാവി എന്നോട് പറഞ്ഞു, ഈ മോർണിംഗ് ഷോ ഒക്കെ ഇട്ട് കണ്ടിട്ട് പുള്ളി കുറച്ച് മലയാളമൊക്കെ അറിയാം. പുള്ളി പറഞ്ഞു തമിഴിലൊരെണ്ണം ചെയ്തു തരുമെന്ന് ചോദിച്ചു. നമുക്ക് അത്രയും അറിയത്തില്ല തമിഴിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തമിഴ് പഠിക്കും, പഠിച്ചില്ലെങ്കിൽ ഒരു മോർണിംഗ് ഷോ നമ്മൾ ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ ഈ തമിഴിലൊക്കെ നമ്മൾ ഈ മോർണിംഗ് ഷോ നാളെ ചെയ്യില്ലെന്ന് ആര് കണ്ടു? അതെ, എനിക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് പറഞ്ഞ ആത്മവിശ്വാസത്തിലാണല്ലോ ഇവിടെ. അതേ ഉള്ളൂ. എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഒട്ടും തമിഴ് അറിയാത്തപ്പോൾ ഞാൻ കുപ്പുസ്വാമി എന്നൊരു INTC ലീഡറെ തമിഴിൽ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ഇടയ്ക്ക് ചോദ്യം ചോദിക്കാനുള്ള തമിഴില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ത കാലത്തിൽ വിളയാടി, നീ എന്നെ മാതിരി വിളയാടി എന്ന് ചോദിച്ചു. പുള്ളിക്ക് അപ്സെറ്റായി. ഈ വിളയാട്ടമൊക്കെ തമിഴ് വേറെ അർത്ഥമാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പക്ഷേ തമിഴ് എന്ന് വെച്ചാൽ ഞാൻ ഈ ശിവായ ഗണേശൻ്റെ തങ്കപ്പതക്കമൊക്കെ ഒരു 6-7 തവണ ഞാൻ തങ്കപ്പതക്കം കണ്ടിട്ടുണ്ട്. അപ്പം ഈ നിന്നുലകത്തിലെ തമ്പി നിന്നെപ്പോലെ നടിക്കറിയെന്നൊക്കെ ശിവാജി ഗണേശൻ ഈ പറയുന്നതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ ഈ തമിഴിനോടുള്ള ഒരു ഭ്രമമുണ്ട്. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം എനിക്ക് ആ ലാംഗ്വേജ്. കാരണം ഞാൻ ഈ ശബരിമല ദൃക്സാക്ഷീകരണം പറയാനായിട്ട് മകരവിളക്കിൻ്റെ അന്ന് ഈ ആകാശവാണി ചാർജിൽ പോകും. അപ്പം തമിഴ്നാട്ടിൽ നിന്ന് ചില കമൻറ്റേറ്റേഴ്സ് വരും. അന്ത ശബരിമല എന്നും പറഞ്ഞാണ് ഇവർ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇവരുടെ കമൻട്രിയാണ് കേൾക്കുന്നത്. കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ വണ്ണ സൂര്യോദയം എന്നൊക്കെ പറഞ്ഞ് ഇവർ തകർത്ത് കളയും കേട്ടോ. ഈ രാമേന്ദ്രൻ ചേട്ടനെയും കരമന ജനാന്നേരും ഒക്കെ മലയാളത്തിൽ കമൻട്രി പറയുന്നത്. അതും 10 പൈസ വിൽക്കത്തില്ല എൻ്റെ മുമ്പിൽ. കാര്യം ഫ്ലവറി ആയിട്ട് ഇങ്ങനെ പറയുന്നൊരു ലാംഗ്വേജ്. അത് ഭയങ്കര രസമാണ് അത് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തമിഴ് പഠിക്കൊണ്ടിരിക്കുക. അപ്പോൾ 5-6 വാക്ക് പഠിച്ചു കഴിഞ്ഞു എഴുതാൻ. തമിഴിലും കാണും. അന്ത അറുമയാന പൊണ്ണെന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ പറ്റും. ഇനിയും അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പം 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന സമയത്ത് ഉറപ്പായും ആ ചാനലിന് മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അത് നിലനിർത്തുക എന്നുള്ളതാണല്ലോ. ഇനി ഇപ്പം ആ കാര്യത്തിൽ വളരെ കോൺഫിഡൻസ്. സത്യം പറഞ്ഞാൽ നമ്മൾ എൻ്റെ അടുത്ത് സിയുടെ മുതലാളി സുഭാഷ് ചന്ദ്ര പറഞ്ഞായിരുന്നു. എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഐഡിയ എന്ന് ചോദിച്ചു. ഐ വാണ്ട് ടു ബി നമ്പർ 1. നോൺസെൻസ്, ഒരിക്കലും ശ്രമിക്കരുത്, ഡോണ്ട് അറ്റംപ്റ്റ് ദാറ്റ് എന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, നിങ്ങൾ നമ്പർ 2 ആയിട്ട് നിന്നോണം. നമ്പർ 1 ആയാൽ നിലനിർത്താനും പാടാ, കോസ്റ്റ്ലിയാണ്. നമ്പർ 2 ആയാൽ വിറ്റ് പോവുകയും ചെയ്യും, നിങ്ങൾക്ക് ടെൻഷനില്ല. ബുദ്ധിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ബുദ്ധിയാണ്. പക്ഷേ അപ്പം നമ്മൾക്ക് നമ്പർ 1 നിലനിർത്തി പോവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ ചെറിയ പ്രശ്നം എന്ന് പറയും മനീഷ്, നമ്മൾ 600 കുടുംബങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട്. ഇവരെല്ലാം നമ്മൾ വിശ്വസിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ കുടുംബങ്ങൾക്ക് ഒരു നാശം ഉണ്ടായിരിക്കണമെങ്കിൽ ഈ ചാനൽ നല്ല വൃത്തിയായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ആ കഠിനാധ്വാനം അവർ തരുന്നുണ്ടെങ്കിൽ പോലും വൃത്തിയായിട്ട്. നമ്മുടെ സ്റ്റാഫൊക്കെ പട്ടാളം പോലെ വർക്ക് ചെയ്യുന്നത്, ലീവ് എടുക്കുക, അത് അങ്ങനെയൊന്നും അവരുടെ ജീവിതത്തിൽ കാര്യമായിട്ടൊന്നുമില്ല. ചില ആൾക്കാർ പറയുന്നത് ബംഗാളികളെന്ന് നമ്മളെ പറയുന്നത് ഇപ്പോൾ ന്യൂസിലെ ബംഗാളികൾ. അപ്പോൾ ഈ ബംഗാളിത്തമായാലും നമ്മളങ്ങനെ മുന്നോട്ട് പോയിട്ട് ഈ 1-ാം സ്ഥാനം തന്നെ നിലനിർത്തി മുന്നോട്ട് പോകാൻ പറ്റണം. കാരണം നമ്മൾ പക്ഷേ റേറ്റിംഗ് ഒരു ബിഹേവിയറാണ്. അതിന് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ ടെമ്പററി ആയിട്ട് നിർത്തിക്കൊണ്ട് ഇൻ ദ ലോങ് റൺ ഇത് 1-ാം സ്ഥാനത്ത് തന്നെ അതെ. പിന്നെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി കളഞ്ഞു കുളിച്ചാൽ വാർത്താ ചാനൽ നിലനിൽക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഈ സ്ക്രീനിൽ വരുന്ന ആൾ ഒരു കാര്യം പറഞ്ഞാൽ അത് കറക്റ്റായിരിക്കുമെന്ന് പ്രേക്ഷകൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിന് നീണ്ടിരിക്കത്തില്ല. ഈ ക്രെഡിബിലിറ്റി ഫാക്ടറിൽ നമ്മൾ ഈ കള്ളവാർത്തകൾ എഴുതുക, കള്ളവാർത്തകൾ പ്രക്ഷേപണം ചെയ്യുക, ആൾക്കാരോട് വ്യക്തിവൈരാഗ്യം വെച്ച് എന്തെങ്കിലും ചെയ്യുക, അതൊക്കെ ചിലപ്പം ഇൻഡിവിജ്വലി ചില റിപ്പോർട്ടർ ശ്രമിച്ചാൽ പോലും നമ്മൾ നിരുത്സാഹപ്പെടുത്തി കളയണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനിതൊക്കെ അവർക്ക് കറക്റ്റ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പോകുന്നൊരു ജീവിതമേ ഉള്ളൂ. അതിനിടയിൽ പരമാവധി അയൽവാസിക്കിട്ട് പണി കൊടുത്തു, പാര വെച്ചു എന്നുള്ളത് കൊണ്ട് അവരത് നിൻ്റെ ഉറക്കം. അതാണ് നമ്മുടെ തിയറി എന്ന് പറഞ്ഞ കാര്യത്തിൽ.
അപ്പോൾ താങ്ക് യു. താങ്ക് യു മനീഷ്.